ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. യഹോവയായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം മോശയോട് സംസാരിക്കുന്നതാണ് നാം ഇവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമില്ലാത്തതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി അന്യദേശത്ത് പരദേശികളായി പാർക്കും, അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്ന് അബ്രഹാമിനോട് ദൈവം പറയുവാനിടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അനേക സംവത്സരങ്ങളായിട്ട് ഈ ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ കിടന്ന് അവർ നരകിക്കുകയാണ്, അവർ വേദന അനുഭവിക്കുകയാണ്. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ആണ് അവിടെ ഉയരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആദിയും അന്തവും അറിയുന്നവനായ ദൈവം അബ്രാമിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി അറിയാത്ത രാജ്യത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ മോശയോട് ദൈവം പറയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ പീഡിപ്പിക്കുന്നത് ഞാൻ കാണുന്നു, ഞാൻ അവരെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് മോശയെ ദൈവം നിയോഗിച്ചയക്കുന്നതാണ് നമുക്ക് ആ പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മുടെ നിലവിളി കാണുന്ന ദൈവമാണ്. നാം ഓരോ ദിവസവും കടന്നു പോകുന്ന അവസ്ഥകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, നമ്മുടെ ഹല്ലേലൂയ നാം ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നോ അത് സ്വർഗത്തിലിരുന്നുകൊണ്ട് നമ്മുടെ ദൈവം നമ്മെ നോക്കി കാണുന്നുണ്ട്. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി ദൈവം കേട്ടെങ്കിൽ നാം ഇന്ന് കടന്നു പോകുന്നത് ഏതവസ്ഥയായിരുന്നാലും അത് നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. ഇവിടെ ദൈവം മോശയെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയാണ്, മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ഈ മോശ ആരായിരുന്നു? ലേവി കുടുംബത്തിൽ പിറന്നവനായിരുന്നു മോശ. മോശയെക്കുറിച്ച് പറയുന്നു, അവൻ ദിവ്യ സുന്ദരനായിരുന്നു എന്ന് പറയുന്നു. ആ മോശയെ, കൊട്ടാരത്തിൽ വളർന്നു വന്ന മോശയെ ദൈവം ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയുകയാണ്, കൊട്ടാരത്തിലായിരുന്ന മോശ ഇപ്പോൾ ആടുകളെ മേയിച്ചുകൊണ്ട്, അമ്മായിയപ്പൻ്റെ ആടുകളെ
മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറത്ത് കൊണ്ടു ചെന്നിട്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ നടത്തിക്കൊണ്ടു പോവുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മോശയുടെ ജീവിതത്തിലെ അവസ്ഥകളെ നാം മനസ്സിലാക്കണം. ആദ്യത്തെ 40 വർഷം മോശ കൊട്ടാരത്തിൽ വളർന്നു. കൊട്ടാരത്തിലെ സകല സുഖങ്ങളും അനുഭവിച്ചു, സകല വിദ്യകളും പഠിച്ചു. ആ അടുത്ത 40 വർഷമെന്ന് പറയുന്നത് ആട്ടിടയനായിട്ട് മിദ്യാനിൽ, ഹല്ലേലൂയ, ആ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് താനും ആടുകളും മാത്രമായിട്ട് മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടു ചെന്നു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. ആ ഹോരേബിൽ, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ ദൈവത്തിൻ്റെ ദൂതൻ മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്നിട്ട് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിന് നിന്നിലൂടെയും എന്നിലൂടെയും ചില പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ നമ്മെ ചിലത് പണിതെടുക്കുവാൻ ദൈവത്തിനുണ്ട്. നാം കടന്നു പോകുന്ന അവസ്ഥകൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിരിക്കാം, നമുക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കാം, നമുക്കത് അതിലൂടെ കടന്നു പോകുവാൻ പറ്റത്തില്ല എന്ന് നാം പറയുമായിരിക്കാം. പക്ഷേ നമ്മെ ചിലത് പഠിപ്പിക്കണമെങ്കിൽ, നമ്മെ ചിലതിലേക്ക് ദൈവത്തിന് നടത്തണമെങ്കിൽ, ചില ദൈവിക പദ്ധതികൾ എന്നിലൂടെയും നിന്നിലൂടെയും നടക്കണമെങ്കിൽ നാം ചില മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇവിടെ മോശ ഒരു മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. 40 വർഷം, 1-2 വർഷമല്ല, 40 വർഷം ആട്ടിടയനായിട്ട് മിദ്യാനിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 29 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മോശയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ, ആ 40 വർഷം മുഴുവൻ മരുഭൂമിയിൽ ആടുകളെ മേയിക്കുന്ന ആടുകളോടുകൂടെയായിരുന്നു തൻ്റെ ജീവിതം മുഴുവൻ. അവിടെ പറയാണ്, 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മരുഭൂമിയിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ നമ്മെ ചിലത് ദൈവത്തിന് പഠിപ്പിക്കുവാനുണ്ട്. ദൈവം ആരെന്ന് നാം രുചിച്ചറിയുവാനിടയായി തീരണം. മരുഭൂമിയിൽ ഞാനും ദൈവവും മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ നീയും ദൈവവും മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ മോശ ആടുകളോടുകൂടെ മാത്രമാണ്. അവിടെ ദൈവമല്ലാതെ മോശയ്ക്ക് വേറെ ആരുമില്ല, സംസാരിക്കാൻ വേറെ ആരുമില്ല, തൻ്റെ വിഷമങ്ങൾ പറയുവാൻ വേറെ ആരുമില്ല. താനായിരുന്നത് കൊട്ടാരത്തിലായിരുന്നു. സകലവിധമാകുന്ന സുഖസൗകര്യങ്ങളും തനിക്ക് കൊട്ടാരത്തിലുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ താൻ മരുഭൂമിയിലേക്ക് ഓടേണ്ടതായിട്ട് വന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെയും നിന്നെയും ചിലത് പഠിപ്പിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാക്കി നമ്മെ തീർത്തെടുക്കണമെങ്കിൽ നാം ചില മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഹല്ലേലൂയ, അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ ഒരിക്കലും ഏകരായിട്ട് വിടത്തില്ല. ദൈവം നമ്മെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുകയാണ്. നാം വീണു പോകത്തില്ല, നാം അവിടെ താണു പോകത്തില്ല. ദൈവം നമ്മോട് ഇടപെടുവാനായിട്ട്, ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ മുൾപ്പടർപ്പിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നു, മോശ ആ ദർശനം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു.
പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയായി തീരും. നമ്മെ ഊഴിയ വിചാരകന്മാർ നമ്മളെ പീഡിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ കളിയാക്കുമ്പോൾ, അത് സകലതും അറിഞ്ഞിട്ട് ദൈവം നമ്മോട് ഹൃദ്യമായിട്ട് സംസാരിക്കുവാനിടയായി തീരും. ഹോശേയ പ്രവചനത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മെ ചില മരുഭൂമിയിലേക്ക് കടത്തിവിടുമ്പോൾ, അല്ലെങ്കിൽ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ദൈവം നമ്മോട് അവിടെ ഹൃദ്യമായി സംസാരിക്കുവാനിടയായി തീരും. ദൈവം നമ്മോട് ചില ഹാലിൽ പ്രോമിസുകൾ, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരുവാനിടയായി തീരും. ഇവിടെ പറയുകയാണ്, ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. ദൈവത്തിൻ്റെ ജനമേ, ചില പ്രത്യേകമായ നിയോഗങ്ങൾ നമുക്ക് തന്ന് പ്രത്യേകമായ ചില വഴികളിലൂടെ നമ്മെ കടത്തിവിട്ടിട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മെ പഠിപ്പിച്ച് ചിലതിനെ ചെയ്തെടുക്കുവാൻ, ചിലതിനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനൊക്കെ ദൈവം ഉപയോഗിക്കുന്ന വഴികളാണ് ഈ മരുഭൂമിയുടെ അവസ്ഥകളെന്ന് പറയുന്നത്. ആ മോശയെ ദൈവം ചില മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ കടത്തിവിട്ടിട്ട് മിസ്രയീമിൽ കിടക്കുന്ന തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ചിലരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി, ചിലരെ പ്രോമിസ് ലാൻഡിൽ എത്തിക്കുവാൻ വേണ്ടി ദൈവം ചില മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ മോശയെ കടത്തിവിട്ടു. അതുപോലെ എന്നെയും നിന്നെയും ചില മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ കടത്തിവിടുമ്പോൾ നാം വിചാരിക്കും, കർത്താവേ, ഞാൻ എന്താ ഇങ്ങനെ കടന്നു പോകുന്നത്, എനിക്ക് മാത്രം എന്താ ജീവിതത്തിൽ ഇത്രമാത്രം പ്രതിസന്ധികളെന്നൊക്കെ നാം ചിന്തിച്ചേക്കാം. പക്ഷേ നിൻ്റെ മുൻപിൽ വലിയൊരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്ന് മാത്രമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ സന്തതികൾ നീ അറിയാത്ത രാജ്യക്കാരെ സേവിക്കും, 400 സംവത്സരം അവിടെ പരദേശികളായി പാർക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ആ ദൈവത്തിൻ്റെ സമയമായപ്പോൾ, തക്ക സമയമായപ്പോൾ ദൈവം മോശയെ ഒരുക്കിയെടുത്തിട്ട് ദൈവം മരുഭൂമിയിൽ മോശയോട് സംസാരിക്കുകയാണ്. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, ചില പ്രോമിസുകൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു നിത്യമായ കനാനുണ്ട്, ഒരു എറ്റേണൽ രാജ്യം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നാം എത്തണമെങ്കിൽ ചില കഷ്ടതകളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. അത് നമ്മെ തകർത്ത് കളയുവാനല്ല, നമ്മെ ക്ഷീണിപ്പിച്ച് കളയുവാനല്ല, നമ്മെ ഒരുക്കിയെടുക്കുകയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ പാത്രങ്ങളാക്കി, പല്ലുള്ളതും മൂർച്ചയേറിയതുമായ ചില മെതിവണ്ടികളാക്കി ദൈവം നമ്മെ പണിതെടുക്കുമ്പോൾ അതിൽ നാം ഒരിക്കലും തളർന്നു പോകരുത്, നാം ക്ഷീണിച്ചു പോകരുത്. നമ്മെ ഉപദ്രവിക്കുന്നവരെ നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മെ ഉപയോഗിക്കുന്ന ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം താണിരിക്കുമ്പോൾ മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ എന്നെയും നിന്നെയും രാജ്യത്തിൻ്റെ കോണുകളിൽ, ലോകത്തിൻ്റെ കോണുകളിൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയായി തീരും. മോശയെ ദൈവം ഉപയോഗിച്ചതുപോലെ
ഉപയോഗിച്ചെങ്കിൽ എന്നെയും നിന്നെയും ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നാം ഒരിക്കലും ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകല. ദൈവമുഖത്തേക്ക് നാം നോക്കിയാൽ ദൈവം നമ്മുടെ മുഖത്തെ ഒരിക്കലും ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. മോശയെ പോലെ ദൈവം ഉപയോഗിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഉയരണം. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.